നമ്മൾ കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഞാൻ സാധാരണയായി ഇന്ത്യ പോസ്റ്റ് വഴിയാണ് കൊറിയർ ചെയ്യാറുള്ളത്. ഇന്ത്യ പോസ്റ്റിൽ അവരുടെ റൂൾ അനുസരിച്ച് ചില സാധനങ്ങൾ നമുക്ക് പാഴ്സൽ ചെയ്യാൻ പറ്റത്തില്ല. അതിലൊരു ലിസ്റ്റ് ഉണ്ടായിരിക്കും, ഈ ബ്രേക്കബിൾ ആയിട്ടുള്ള ഐറ്റംസ്, അതുപോലെ ഡേഞ്ചറസ് ഐറ്റംസ്, ലിക്വിഡ് ഐറ്റംസ്, അങ്ങനെ കുറേ ഒരു ലിസ്റ്റ് അവരുടെ ഉണ്ട്. അതിൽ ഉള്ള സാധനങ്ങൾ ഒഴികെ ബാക്കി എന്ത് വേണമെങ്കിലും നമുക്ക് ഇന്ത്യ പോസ്റ്റ് ത്രൂ ചീപ്പായിട്ടുള്ള ഒരു കൊറിയർ സർവീസാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് പാക്ക് ചെയ്യുന്നത് നോക്കാം. ഞാൻ ആദ്യമേ ഡ്രസ്സ് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിനുള്ളിലാണ് വെക്കാറുള്ളത്. അതിനുശേഷം ഇത് നന്നായിട്ട് ഒട്ടിച്ചെടുക്കും. ഇത് നന്നായിട്ട് ഒട്ടിച്ചെടുത്ത ശേഷം നമ്മളിങ്ങനെ കവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിലുള്ള എയർ പുറത്തേക്ക് പോകും. എയർ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ വെയിറ്റ് കൂടുതലാകും. വെയിറ്റിനനുസരിച്ചാണ് ചാർജ് ചെയ്യുന്നത്. പിന്നീട് ഇതുപോലെയുള്ള പാക്കിംഗ് കവർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഓൺലൈനിലോ, അല്ലെങ്കിൽ ഇതുപോലുള്ള സ്റ്റേഷനറി ഷോപ്പുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് റേറ്റ് വരുന്നത്. ഇതിനുള്ളിലേക്ക് വെച്ച് ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടാകും. ഇതിനുള്ളിൽ ഗമ്മാണ്. ഇത് പീൽ ചെയ്തിട്ട് ഇത് ഇവിടെ ഒട്ടിച്ചെടുക്കുക. ഇതിവിടെ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനിയും നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ എക്സസ് ആയിട്ട് എനിക്കിങ്ങനെ കുറച്ച് ഭാഗമുള്ളത് കൊണ്ട് ഞാനതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇവിടെയും ടേപ്പ് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഈ കവറിനെക്കാട്ടിലും കവർ കുറച്ച് വലിപ്പം ഉള്ളതായതുകൊണ്ടാണ്. ഞാനിപ്പം ആ എക്സ്ട്രാ ഉണ്ടായിരുന്ന ഭാഗത്തൊക്കെ ടേപ്പ് ഒട്ടിച്ചെടുത്തു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെ ടു അഡ്രസ്സ് എഴുതണം. ആർക്കാണ് സെൻഡ് ചെയ്യേണ്ടത് അവരുടെ അഡ്രസ്സ് എഴുതുക. അതിനുശേഷം ബാക്കിൽ ആരാണ് സെൻഡ് ചെയ്യുന്നത് ഫ്രം അഡ്രസ്സ് ഇവിടെ എഴുതുക. ഫോൺ നമ്പർ മസ്റ്റായിട്ടും എഴുതണം. 2 അഡ്രസ്സിലും ഫോൺ നമ്പർ, അതേപോലെ അഡ്രസ്സ് എഴുതുമ്പോൾ പിൻകോഡ് മസ്റ്റായിരിക്കണം. സാധാരണയായി ഇന്ത്യ പോസ്റ്റ് ത്രൂ ആണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ചാർജ് നോർമൽ പാഴ്സൽ സർവീസ്, അതായത് രജിസ്റ്റേർഡ് പാഴ്സലിന് ഒരു ചാർജും സ്പീഡ് പോസ്റ്റിന് വേറൊരു ചാർജുമായിരിക്കും. സ്പീഡ് പോസ്റ്റിന് നോർമൽ പാഴ്സലിനേക്കാളും ചാർജ് കൂടുതലാണ്. സാധാരണ രജിസ്റ്റേർഡ് പാഴ്സലാണ് ചെയ്യുന്നതെങ്കിൽ അവരതിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് ചാർജ് ചെയ്യാറുള്ളത്. മിനിമം സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ ദൂരത്തിനനുസരിച്ചും അതുപോലെ വെയിറ്റും ദൂരവും അനുസരിച്ചിട്ടാണ് ചാർജ് ചെയ്യാറുള്ളത്. ഈ രീതിയിൽ പാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കൊറിയർ ചെയ്യാൻ പറ്റും.